സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ മിലാനിലെത്തിയേക്കാണ്ടോ മിലാനിൽ. അപ്പം നമ്മൾക്ക് മിലാനിൽ ലഞ്ച് മിലാനിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്, മലബാർ സ്പൈസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മലബാർ സ്പൈസിയിലാണ് നമ്മുടെ ലഞ്ച് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇച്ചിരി നേരം വൈകി. ഇപ്പോൾ ഏകദേശം സമയം 3:30 ആയി. നമുക്ക് ഇച്ചിരി നേരം വൈകി, 1 മണിക്കൂർ നമ്മൾ നേരം വൈകി. അപ്പോൾ നമ്മുടെ ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റും നമ്മുടെ ഫുഡൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇതാണ്ടോ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇതാണ്ടോ മലബാർ സ്പൈസി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. മിലാനാണ്. അപ്പോൾ ഇത് റാഡിംബ്രോ ആണ്, ഈ നമ്മുടെ മലബാർ സ്പൈസി റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ്. നാട്ടിലെവിടെയാണ്? ചാലക്കുടി. എവിടെയാ? വെള്ളാഞ്ചിറ. അപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടുകാരനാട്ടോ, ചാലക്കുടിക്കാരനാണ്. വെള്ളാഞ്ചിറാണ് റാഡിഞ്ഞാറിൻ്റെ വീട് കേട്ടോ. അപ്പോൾ റാഡിഞ്ഞാറിൻ്റെ ആണ് ഈ റെസ്റ്റോറൻറ്റ്. മലബാർ സ്പൈസി. ഇത് ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ ഏത് ശരിക്കും പറഞ്ഞത്? മിലാൻ സെൻസ്, അതായത് ഇന്റർ മിലാൻ്റെ ഒക്കെ ഹോം ഗ്രൗണ്ട് ആയിരുന്നു. അവിടെ ഒരു സ്റ്റേഡിയം കാണേണ്ടത്, ആ കാണുന്നത് കണ്ടോ, ഇന്റർ മിലാൻ്റെ ഹോം ഗ്രൗണ്ട് ആയിരുന്നു അത്. അത് സെൻസീറോ എന്നുണ്ടായില്ലേ? സെൻസീറോ ഇതിൻ്റെ നമ്പർ ന്യൂമറോ മിലാൻ സെൻസീറോ. അതാണ് ഇവിടുത്തെ ഈ ഇതിൻ്റെ ലൊക്കേഷൻ്റെ ഇത് കേട്ടോ. അപ്പോൾ മലബാർ സ്പൈസി. അപ്പോൾ ഇവിടെ മിലാനൊക്കെ സന്ദർശിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ, അടിപൊളി ഫുഡാണ്. നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്, ആ കേട്ടിട്ട് തന്നെയാണ് നമ്മൾ റാഡിഞ്ഞാറിനെ ഈ ഇത് നമ്മൾ ഏൽപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഓക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇവിടെ കാലിപ്ലേറ്റാണ് ഇപ്പോൾ കാണിക്കണേ വേണ്ട. ഇനി ഒരു ടീംസും കൂടി കഴിക്കണ്ട. അപ്പം ഞാൻ എൻ്റെ ഫുഡ് കാണിച്ചു തരാം. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് സെറ്റാണോ? ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഫുഡ് അടിപൊളി ഫുഡാണെന്ന് പറയണേ. ഫുഡ് സെറ്റല്ലേ? ഫുഡ് അടിപൊളിയല്ലേ? ഓക്കെ. അച്ചാറിട്ടോ. അപ്പോൾ നമ്മൾ മിലാനിലെത്തി. മിലാനിൽ നമ്മുടെ റാഡിഞ്ഞൻ്റെ മലബാർ സ്പൈസി എന്നുള്ള റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. നല്ല ഒറാത്ത കറി ഉണ്ട്, മുതിര ഒലത്തിയുണ്ട്, ദാൽക്കറി ഉണ്ട്, പിന്നെ നല്ല നാരങ്ങച്ചാറ്, നല്ല കുത്തിരി ചോറുണ്ടോ. അതാണ് സ്പെഷ്യൽ, കുത്തിരി ചോറാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. ഒന്നും പറയണം, സൂപ്പർ, അടിപൊളി. ജിയോ ഫുഡ് എങ്ങനെയുണ്ട്? വളരെ അടിപൊളി. ബ്രോന്റെ പേരെന്താ? അജോ. എവിടെ? നാട്ടിലെവിടെ? മലയാറ്റൂര. ഓക്കെ. അങ്കോല നീലച്ചെറുതാ. ഞാൻ നീലച്ചെറുത്ത് മള്ളോണിക്കൊക്കെ ഉണ്ടായിരുന്നു, ഏറ്റക്കടവിലൊക്കെ. അതല്ലേ. ഇപ്പൊ മിലാനിലെ നമ്മുടെ ലഞ്ച് കഴിഞ്ഞു. റാഡിഞ്ഞേട്ടോ കിഡിലും ഭക്ഷണമായിരുന്നു, നല്ലൊരു മുറ കേട്ടോ. ഒരാള് ഓരോ എതിരെ അഭിപ്രായം പറഞ്ഞില്ല. മീൻകറി ഞാൻ ആ പുള്ളിനെ വിളിച്ച് ഇതേ അഭിനയം പറഞ്ഞിട്ടുണ്ട്. ഫുഡൊക്കെ സൂപ്പർ ഫുഡ്. അപ്പൊ മിലാനിലെ ആരെങ്കിലും കവർ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മലബാർ സ്പൈസി കേട്ടോ. അപ്പൊ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ, റെക്കമെൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഞായറാഴ്ച രാവിലെയാണ് നമ്മൾ ഇവിടെ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് യാത്രയാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിലാൻ്റെ മനോഹരമായിട്ടുള്ള സിറ്റി വൈബാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റേ മിലാനിലാണ്. അപ്പോൾ നമ്മൾ മിലാനിലെ ഹോട്ടലിൽ എത്തിയിട്ടോ. അപ്പോൾ ആ ഹോട്ടൽ ഗംഭീര ഹോട്ടലാണ്, 3 സ്റ്റാർ ഹോട്ടലാണോ. അപ്പോൾ ഹോട്ടലിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യണ ഹോട്ടൽ കേട്ടോ. നല്ല 3 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പേര്, B&B എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ബെഡ്. അതാണ് B&B ഹോട്ടൽ. ഇതുണ്ടോ, മിലാനിലാണ്.
എല്ലാവരും റൂം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ടോ. എല്ലാവരും ഇവിടുത്തെ നല്ലൊരു പോർട്ടിക്കോ ആണ്. ആ പോർട്ടിക്കൽ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ചെക്ക് ഇൻ ചെയ്യണം. സുഹൃത്തുക്കളെ, അപ്പം നമ്മളേ നമ്മുടെ റൂം ചെക്ക് ഇൻ ചെയ്തിട്ടോ. കിഡിലെ റൂം എന്ന് വെച്ചാൽ കിഡിലെ റൂം ഉണ്ടോ. നമുക്ക് 3 ബെഡ് ഉണ്ട്, സിംഗിൾ ബെഡ് 3 ഉണ്ട്. ഇത് 3 പേർക്ക് കിടക്കാവുന്ന റൂമാണ്. പക്ഷെ നമുക്കത് 4 പേര് അലോ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാൻ റൂം നന്നായിട്ടൊന്ന് കാണിച്ചു തരാം. അത് നമ്മുടെ മെയിൻ എൻട്രൻസ്. അങ്ങോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ TV ഉണ്ട്, നമുക്ക് അവിടെ ഒരു ടേബിൾ കാണാം. പിന്നെ ഇവിടെ നമുക്കൊരു കെറ്റില്, നമുക്ക് ചായ തിളപ്പിക്കാനായിട്ടൊരു കെറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ചെറിയൊരു ചെയർ ഉണ്ട്. പിന്നെ അത് ഒരു ബെഡാണ്. പിന്നെ ഇവിടെ ഒരു 2ാമത്തെ ബെഡ്, ഇവിടെ 3ാമത്തെ ബെഡ്. ബാത്റൂം ഉണ്ട് കേട്ടോ, നല്ല കിഡിലും ബാത്റൂം കൂടി ഞാൻ കാണിച്ചു തരാം. നല്ല സൂപ്പർ ബാത്റൂം. നമുക്കൊരു തോച്ചേരി ഉണ്ട്, അത് പൊടിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ. എന്താ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയാണ്. അല്ല ഇവിടെ ലൈറ്റൊക്കെ ഇട്ടുണ്ടോ, നമുക്ക് അവിടെ ലൈറ്റുണ്ട്. നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അവിടെ പുറത്ത് വ്യൂ ഉണ്ടോ. നല്ല കിടില്. നമ്മൾ ഇപ്പോൾ 3rd ഫ്ലോറാണ്, തേർഡ് ഫ്ലോറിലാണ്. ഇതൊരു ബ്രിഡ്ജ്, കണക്റ്റഡ് ആയിട്ടുള്ള ബ്രിഡ്ജുള്ളൊരു ഇതാണ്. എല്ലാം അങ്ങോട്ട് കണക്റ്റഡ് ആണ്. കണ്ടോ, നല്ല കിഡിലെ ആംബിയൻസ് ഉണ്ടോ, നല്ല അടിപൊളി സംഭവം. കണ്ട. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോണത് മിലാൻ കത്തീഡ്രൽ കാണാനുണ്ടോ. മിലാൻ ദൂമോ എന്ന് പറയാം, അത് കാണാനാണ് പോണേ. അപ്പം ഇനി അവിടെ ചെന്നിട്ട് അടുത്ത കാഴ്ച കാണാം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്ന് പള്ളിയിലേക്ക് കുറച്ച് ദൂരം ഉണ്ട്. അപ്പം നമ്മൾ ട്രാമിലാണ് പോണത്. ട്രാമാണ് നമ്മൾ പോണത് കേട്ടോ.
അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ മിലാൻ പള്ളി, കത്തീഡ്രൽ പള്ളിയുടെ അടുത്ത് എത്തിക്കുകയുണ്ട്. നമ്മുടെ ട്രാമിൽ വന്നിറങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ കുറച്ച് ടീമുകളോടും വരാനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അവരും കൂടി വന്നിട്ട് ഒരുമിച്ച് അങ്ങോട്ട് പോകണം പള്ളിയിലേക്ക് കേട്ടോ. അപ്പോൾ ആ പള്ളിയിലെ കാഴ്ചകൾ, മനോഹരമായ നിർമ്മിതിയും ആ കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം. ഓക്കെ. മിലാനിൽ നമ്മൾ വന്നാൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പെട്ടികൾ, അതേമാതിരി തന്നെ ഫോൺ, പേഴ്സ്. കാരണം ഏറ്റവും കൂടുതൽ എന്താ പറയുക, കള്ളന്മാരുള്ളൊരു സ്ഥലം ഇതാണ്. ഒരു രക്ഷയില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ എന്തും അടിച്ചുകൊണ്ട് പോകും. അവിടെ ഒരു കൺസേർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മ്യൂസിക് ഷോ ലൈവ് നടന്നുകൊണ്ടിരിക്കുക അവിടെ. മിലാനിൽ കൂടെ അവിടെ എന്തോ ഒരു ഗംഭീര കൺസേർട്ട് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മളൊക്കെ അവിടേക്ക് എൻട്രി ഇല്ല. അത് ഒരു ഇച്ചിരി ഇതായിപ്പോയി. നോക്കട്ടെ, എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കട്ടെ. അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കട്ടെ. പ്രിയപ്പെട്ടതാണ് കേട്ടോ, മിലാൻ കത്തീഡ്രൽ. അതാണ് അവിടെ നല്ല എന്തൊരു മ്യൂസിക് കൺസേർട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ പേരിൽ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. അതാ ഭയങ്കര ഒരു ഇതായിപ്പോയി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഹമ്മറിൻ്റെ ലിമോസിൻ നമ്മൾ മിലാനിൽ വെച്ച് കണ്ടു കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടതാണ്. പിന്നെ ഈ മിലാനിലെ ബിൽഡിങ്ങുകളുടെ നിർമ്മിതി ഉണ്ടല്ലോ, ഏകദേശം എല്ലാം ഒരേപോലെ ഇരിക്കും. പക്ഷെ അത് പുരാതനമായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് തരുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യണത് അവർ സമ്മതിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ മിലാൻ പള്ളിയുടെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് ഈ സൈഡിൽ നിന്ന് കിട്ടിയട്ടോ. ഇവിടെ ആ കൺസേർട്ട് നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഓപ്പോസിഷൻ മാതിരി നമുക്ക് ഇവിടെ സേവ് പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊട്ടസ്റ്റും കൂടി നടക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സെക്യൂരിറ്റിയും ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. കുറച്ചപ്പുറത്ത് മാറി ഈ ജൈവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് മിലാനിലെ ധൂമല നല്ലൊരു വ്യൂ. ഇപ്പോൾ കണ്ട ഈ പ്രാവൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആ നിൽക്കുന്ന പയ്യൻ അവൻ്റെ കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ പ്രാവുകൾ എവിടെ നിന്നാണ് പറന്നു വന്നതെന്ന് അറിയില്ല. പിന്നെ എല്ലാവരും ഈ പ്രാവിൻ്റെ വീഡിയോസ് എടുക്കലും ആ പയ്യനെ ഫോക്കസ് ചെയ്ത് ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും ഒരു എൻഗേജഡ് ആയിരുന്നു. കാരണം ഇത് നല്ല രസമല്ലേ, ഈ പ്രാവ് പറന്നു പോകുന്നത് സ്ലോമോ എടുക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അതുകൊണ്ട് ഞാനിത് സ്ലോ മോഷൻ ആക്കിയതാണ് കേട്ടോ.
നല്ല ഭംഗിയല്ല എന്തായാലും ഇത് കാണാനായിട്ട്. പ്രാവ് പറക്കുമ്പോൾ അതിൻ്റെ ചിറക് കാണാനായിട്ട്, ചിറക് വിരിച്ച് പറക്കുന്നത് സ്ലോ മോഷനിൽ കാണാനായിട്ട് വളരെ മനോഹരമാണ്. അതുകൊണ്ട് ഞാനിത് സ്ലോ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മിലാൻ കത്തീഡ്രൽ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. ഈ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു സംഭവം ഉണ്ട്, നല്ലൊരു പ്രതിമയുണ്ട് കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ. ഇതൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് അതൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്താ ഇവിടെ നമ്മുടെ ഓട്ടോറിക്ഷയുടെ പേര് യൂബർ ബൈക്ക് ഉണ്ടോ, സൈക്കിൾ. ആ സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ മിലാൻ പള്ളിയൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തി. നമ്മളൊന്ന് ഫ്രഷപ്പായി. നമ്മൾ ഇനിയിപ്പോൾ അത്താഴം ഉണ്ട്, അത്താഴം കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം നമുക്ക് അത്താഴം വന്നിട്ടുണ്ട്. അപ്പോൾ അത്താഴത്തിൽ നമുക്കുള്ളത് റൈസ്, ചിക്കൻ, പിന്നെ ചപ്പാത്തി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്തിട്ടുള്ളതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അത്താഴത്തിനുള്ളത് റൈസ് ഉണ്ട്, ഒരു ചപ്പാത്തി ഉണ്ട്, പിന്നെ ചിക്കൻ കറി. അതാണ് ഇന്നത്തെ അടിപൊളി അത്താഴം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ മിലാനിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പം മിലാനിൽ രാത്രിയായി നമ്മൾ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് യാത്രയാവും. അപ്പോൾ നാളത്തെ BNB ബ്രേക്ക്ഫാസ്റ്റും സ്വിറ്റ്സർലൻഡ് കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ചാവ് ചാവോ.